പുലിപ്പേടിയിൽ വലഞ്ഞ് മലമ്പുഴ എലിവാൽ നിവാസികൾ. പ്രദേശവാസിയായ കൃഷ്ണന്റെ വളർത്തുനായെ പുലി ആക്രമിച്ചിരുന്നു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീത്ത്, എന്താണ് ആ മേഖലയിലെ സാഹചര്യം? നാട്ടുകാരെന്താണ് പറയുന്നത്? ശ്രീത്ത്, പാലക്കാട് മലമ്പുഴ എലിവാലിലെ കൃഷ്ണന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് രാത്രി ഏതാണ്ട് ബുധനാഴ്ച രാത്രി 1 മണിയോടുകൂടി ഒരു പുലിയെത്തി തൊട്ടടുത്ത് കിടന്ന വളർത്തുനായയെ പിടിച്ച് കൊണ്ടുപോയത്. നമ്മോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഉറങ്ങുമായിരുന്നു അല്ലേ? ഉറങ്ങായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. ആ സമയത്താണ് ഈ ശബ്ദം കേട്ടു. ചങ്ങലിൻ്റെ 2 ചങ്ങലിട്ട് കെട്ടിയിട്ടുണ്ടായില്ല. ആ ശബ്ദം കേട്ട ഭാര്യയാണ് അറിഞ്ഞത്, എണിച്ചത്. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ സാധനത്തിനെ വലിച്ചു കൊണ്ടുപോയി. ഈ വാതിലൊക്കെ നമ്മൾ അടച്ചിട്ട് ഞാൻ എണിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വീണു. ഇവിടെ വീഴുമ്പോഴേക്കും നായിനെ കൊണ്ടുപോയി. ഞാൻ അതങ്ങനെ എണിച്ച് ഓടി മുറ്റത്തേക്ക്. പുലി തന്നെയായിരുന്നല്ലോ അല്ലേ? പുലി തന്നെ. ഞാൻ അങ്ങനെ എണിച്ച് പുറത്തേക്ക് ഓടി. വെളിച്ചം വിട്ടിരുന്നോ? ലൈറ്റ് ഉണ്ട് പോസ്റ്റിൽ. അപ്പം അത് നല്ല പോലെ വെളിച്ചമുണ്ടല്ലോ. അപ്പം അങ്ങനെ ഓടി. അങ്ങനെ കുട്ടികളും പിള്ളേരും ഒക്കെ കൂടി എണിച്ച് വന്നു. അങ്ങനെ ഞങ്ങൾ ഒളിയിൽ അവിടെ ലൈറ്റൊക്കെ അടിച്ച് അതിയൊക്കെ പോയി നോക്കി സാധനം എടുത്തിട്ട് പോയി. കൃഷ്ണന്റെ മകനാണോ ഇത്? മകൻ. ഇത് എത്ര വർഷം ഉള്ള വയസ്സുള്ള നായക്കുട്ടിയാണ്? ഇത് 6 മാസമായിട്ടുള്ളൂ. 6 മാസം പ്രായമുള്ള കുട്ടിക്ക് വാങ്ങിക്കൊണ്ടെന്നാണല്ലേ? മേടിച്ചു കൊണ്ടുവന്നു. എവിടുന്ന് വാങ്ങിച്ചായിരുന്നു? ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു ആൾക്കാർ വന്നാണ്. അപ്പോൾ അവർ 5,000 രൂപ എടുത്ത് മേടിച്ചത്. ഇതിനെ പിന്നെ അങ്ങോട്ട് കാടിനകത്തേക്ക് കൊണ്ടുപോയായിരുന്നു? ഇവിടേക്ക് കൊണ്ടുപോയിട്ടില്ല. ഈ വീട്ടിനുള്ളിൽ നിന്ന് വിളിക്കുക. ഈ പുലി കാടിനകത്തേക്ക് കൊണ്ടുപോയായിരുന്നു. അത് നേരെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് ചങ്ങലയോടെ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മൾ പിന്നെ രാത്രി കണ്ടില്ല. പെട്ടെന്ന് ഈ സാധനം പിടിക്കണം പറഞ്ഞു. ഇവിടെ അങ്ങനെ ചോരയായിരുന്നു ഇവിടെയൊക്കെ. എന്നിട്ട് പിന്നീട് നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ പുലിയാണെന്ന് തന്നെ ബോധ്യപ്പെട്ടു. ഫോറസ്റ്റുകാരൊക്കെ വന്നിരുന്നു? ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇതിന്റെ മുന്നേ ഒരു സാധാ നായിനെ കൊണ്ടുപോയി ഞങ്ങളുടെ തന്നെ. അത് പുറത്തുനിന്ന് ഒരു 10 മണിയോടെ കൂടി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോഴാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പോൾ പുലി മേഖലയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മുമ്പ്? ഉണ്ട്, പുലിയുണ്ട്. ഭയങ്കര ശല്യമാണ്. ഇപ്പം തൊട്ടടുത്ത് അവിടെ വീടുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതേപോലെ കൊണ്ടുപോയി. വീടിനുള്ളിൽ തന്നെ കയറി കൊണ്ടുപോയി. നാൽക്കാലികളും അതുപോലെ തന്നെ നായ്ക്കളും ഒക്കെയായി വസിക്കുന്ന കുറച്ച് ആളുകളാണ്. ഗ്രാമീണരാണ്, കൃഷിക്കാരാണ്, അങ്ങനെ കൂലിത്തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പുലി സ്ഥിരമായി ഈ വനപ്രദേശത്തോട് ചേർന്ന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുവെന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. അടിയന്തര നടപടി വേണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു, പരിശോധന നടത്തിയിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് എലിവാൽ ഫോറസ്റ്റ് ഓഫീസ് ഉള്ളത്. പക്ഷേ ഇത് പോരാ, അടിയന്തരമായി ഒരു കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യമൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.